മോളെ സഞ്ജയ്, ഇങ്ങോട്ട് വന്നേ. ചേച്ചി മോളെ വിട് ചേച്ചി കൊടുത്തേ. വേണ്ട ചേച്ചി. ചേച്ചി മര്യാദയ്ക്ക് പ്ലീസ് വിടാനാ പറഞ്ഞേ. വിട് സഞ്ജയ്. ചേച്ചി കുഞ്ഞിനെ ഇങ്ങ് ചേച്ചി, തരാൻ. please. മോളെ വിട്. ചേച്ചി മനസ്സിലാക്കി ചേച്ചി. വിടാനാ പറഞ്ഞേ. ശ്ശേ, ഒരു വിട്. ഇങ്ങോട്ട് വാ. വിട് സഞ്ജയ്. ചേച്ചി പ്ലീസ്. മോളെ, ചേച്ചി വേണ്ട. അയ്യോ നിങ്ങളോട് ഇവിടെ വരരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? പിന്നെ എന്തിനാ ഇങ്ങനെ കയറി കയറി വരുന്നേ? ഇതിനൊക്കെ കാരണം നിങ്ങളാ. നിങ്ങളെ വേണം പറയാൻ. ഒന്ന് നിന്നേ. ഞാനിവിടെ വന്നത് നിങ്ങളെ ആരെ ബുദ്ധിമുട്ടിക്കാനല്ല. കിരണിനെയും ദുർഗയും എന്റെ വിവാഹ നിശ്ചയം ക്ഷണിക്കാനാ വന്നത്. ഇവര് താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ക്ഷണിക്കുന്നതല്ലേ അതിന്റെ മര്യാദ. വന്ന കാര്യം ചെയ്തു, ഇനി പോവാ. മേഡത്തിന് ബുദ്ധിമുട്ടായെങ്കിൽ സോറി. സോറി. ഓ, വന്നോ രണ്ടാളും? ഞാൻ കരുതി ആ സഞ്ജയുടെ കൂടെ എൻഗേജ്മെന്റിന്റെ ഷോപ്പിങ്ങിന് പോയി കാണുന്നു. ചേച്ചി വേണ്ട ദുർഗ, നിങ്ങൾക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? എന്തിനാ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി സഞ്ജയ് ഇങ്ങോട്ട് വിളിക്കുന്നത്? ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്ന അനുസരിക്കുന്ന നിങ്ങൾക്ക് സഞ്ജയുടെ കാര്യം വരുമ്പോ മാത്രം എന്താ ഈ മാറ്റം? ശ്ശേ, എന്തിനാ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നേ? എന്താ 3 പേരും കൂടി ഒരു ചർച്ച? എന്താ രണ്ടാളും മിണ്ടാത്തെ? നാവ് ഇറങ്ങിപ്പോയോ? ചേച്ചി അത് സഞ്ജയ് ചേട്ടൻ ഞങ്ങളെ എൻഗേജ്മെന്റ് വിളിക്കാൻ വന്നതൊന്നും അല്ല. ദാ ഇത് തരാനാ വന്നത്. അതെ ചേച്ചി, ചേട്ടൻ വെറുതെ ചേച്ചിയെ ദേഷ്യം പിടിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞേ. സഞ്ജയ് പറഞ്ഞത് സത്യമാണെങ്കിൽ തന്നെ അതിൽ എനിക്കെന്താ കുഴപ്പം? ആ, അതൊക്കെ പോട്ടെ. ഈ പെൻഡ്രൈവ് ഏതാ? ഇതിലെന്താ ഉള്ളത്? മേനോനും മിനിസ്റ്ററുമായുള്ള രഹസ്യബന്ധം തെളിയിക്കുന്ന പെൻഡ്രൈവാ ഇത്. മിനിസ്റ്ററോ? ആദ്യം ഇത് കേട്ടപ്പോ ഞങ്ങൾക്കിത് ഞെട്ടലാ തോന്നിയത്. എല്ലാത്തിന്റെ വ്യക്തമായ തെളിവ് ഇതിലുണ്ടെന്നാ സഞ്ജയ് ചേട്ടൻ പറഞ്ഞത്. അതെ, ഇത് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞ ഞങ്ങളെ ഏൽപ്പിച്ചത്. എന്റെ കൈ തരാനോ? അതെന്താ? സഞ്ജയ് വർക്ക് ചെയ്യുന്നത് താരക്കൊപ്പം അല്ലേ? പിന്നെ എന്തിനാ ഇത് എന്നെ ഏൽപ്പിക്കുന്നത്? ഇത് എന്നെ ഞങ്ങളും ചേട്ടനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് താരയ്ക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യാനുള്ള കഴിവില്ല, അതൊക്കെ ചേച്ചിക്ക് അറിയൂന്ന്. അതുമാത്രമല്ല, ചേച്ചിയാണ് ഈ ലോകത്ത് ചേട്ടൻ ഏറ്റവും വിശ്വാസമൊന്നും പറഞ്ഞു. ഹലോ. പൃഥ്വി, നിന്റെ ചേച്ചിയുടെ കയ്യില് ഞാനും മിനിസ്റ്ററുമായിട്ടുള്ള ചില ഡീലുകളെ സംബന്ധിച്ച് ഒരു പെൻഡ്രൈവ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇയാള് എങ്ങനെ അറിഞ്ഞു? ഞാനത് എങ്ങനെ അറിഞ്ഞു എന്നാണോ നീ ചിന്തിക്കുന്നേ? അല്ല, ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു പെൺഡ്രൈവ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അറിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തന്നെ ഞാൻ വിളിച്ച് പറയില്ലേ? നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നീ അറിയാത്തത് നിന്റെ കഴിവുകേട് മാത്രമാണ് പൃഥ്വി. അതെന്തെങ്കിലും ആവട്ടെ, നിന്റെ ചേച്ചിയുടെ കയ്യിലെ ആ പെൻഡ്രൈവ് എനിക്ക് വേണം. എത്രയും പെട്ടെന്ന് നീ അതെടുത്ത് എനിക്ക് തരണം. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാനത് എങ്ങനെ എടുക്കാനാ? അതൊന്നും എനിക്കറിയണ്ട, നീ അതെനിക്ക് എടുത്ത് തന്നേ പറ്റൂ. ആ വിഗ്രഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതുണ്ടല്ലോ, അതിനെ ഉണ്ടാവരുത്. ഈ തെളിവുകൾ പുറത്തു വന്ന് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മനസ്സിലായോ നിനക്ക്? ശരി, ഞാൻ ട്രൈ ചെയ്യാം. പോരാ, എനിക്കത് കിട്ടിയേ പറ്റൂ.
വെറുതെ എന്നെ കൊണ്ട് കടുങ്കൈ ചെയ്യിച്ച് എന്നെ ഒരു കൊടും വില്ലനാക്കരുത്. വേണ്ട, ഞാൻ എടുത്തോളാം. ഗുഡ് ബോയ്. അങ്ങനെ വഴിക്ക് വാ. നീ ആ പെൻഡ്രൈവ് എടുത്തിട്ട് എന്നെ വിളിച്ചാ മതി. ചേച്ചിയുടെ കയ്യിൽ ഞാനത് എങ്ങനെ എടുക്കാനാ? പൂർണിമയെ തോൽപ്പിക്കാൻ വേണ്ടിയാ അശി ഇപ്പൊ ഈ ജോലിക്ക് പോകുന്നത്. പൂർണിമയുടെ ശത്രുവാത്ത ആരെയില്ല. അവരുടെ ഓഫീസിലാ അശിക്ക് ജോലി. അയ്യേ, അതൊക്കെ മോശമല്ലേ? സ്വന്തം വീട്ടിൽ തന്നെ ഒരാളോട് വാശി തീർക്കാൻ ഇങ്ങനെ ഒരു എടുത്തിയാട്ടം വേണ്ടായിരുന്നു. ഇതിനൊക്കെ ചീത്ത പറയേണ്ടത് വസുമതിയാ. മക്കളെന്തെങ്കിലും തെറ്റ് ചെയ്താ പറഞ്ഞു തിരുത്തുന്നതിന് പകരം സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. അശിയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയാ അവള് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. പൂർണിമ ഒരാളുടെ വാശി ഒന്ന് കാരണമാ അവൾ ഈ തീരുമാനം എടുത്ത്. വേണമെങ്കിൽ ആ പൂർണിമയ്ക്ക് അശിക്ക് നല്ലൊരു ജോലി കൊടുക്കാമായിരുന്നല്ലോ. അവളത് ചെയ്തില്ലല്ലോ. നന്നായി സൂക്ഷിക്കേണ്ട സമയം ഇത്. ആ സമയത്ത് ഒന്നും ശ്രദ്ധിക്കാതെ ഇതുപോലൊരു എടുത്തിയാട്ടം കാണിച്ചേ വയറ്റിലുള്ള കുഞ്ഞിനൊരു ആപത്തൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. അതെ, ഈശ്വരാ, അവസാനം ഒറ്റയ്ക്ക് വിഷമിക്കേണ്ടി വരുമെന്ന് നീ നിന്റെ നാത്തൂനോടും അഷിയോടും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. എന്റെ ഭഗവാനെ, ഇവറ്റകൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ.